സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കൃത്യം നീക്കി ദിവ്യ ആശ്വാസം നൽകിയിടുമേ. നിന്റെ പേർ തൻ പുസ്തകത്തിൽ നിർണയം ചേർത്തിടുമേ. നിന്റെ പേർ തൻ പുസ്തകത്തിൽ നിർണയം ചേർത്തിടുമേ. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു, നിനക്കായി ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും മാറാത്തവനവൻ നിനക്കായി ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും മാറാത്തവനവൻ നിനക്കായി ജീവിക്കുന്നു. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ഷൈജു എം.ആർ. ചാലക്കുടി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയത്തെ വചനധ്യാനത്തിനായി 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്കെത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്യശകലമാണിത്. തന്റെ അനുവാചകരായ വിശുദ്ധന്മാരോട് സ്നേഹത്തിന്റെ അപ്പസ്തോലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യോഹന്നാൻ പറയുന്ന വാക്കുകളാണിത്. നാം എന്ന ബഹുവചന പ്രയോഗത്താൽ ഏതു കാലത്തുമുള്ള വിശുദ്ധന്മാരെ പ്രതിനിധാനം ചെയ്യുകയാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവവചനം രണ്ടായി തിരിച്ചിരിക്കുകയാണ്. 1 യോഹന്നാൻ 3:1 യോഹന്നാൻ സുവിശേഷം 1:12 പറയുന്നത് പോലെ ദൈവമക്കളും, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പിശാചിന്റെ മക്കളും. സൃഷ്ടിപരമായി എല്ലാവരും ദൈവമക്കളാണ്. പക്ഷേ ആദിമനുഷ്യനായ ആദാം തന്റെ സ്രഷ്ടാവായ ദൈവത്തെ അനുസരിക്കാതെ പിശാചിനെ അനുസരിച്ച് പിശാചിന്റെ മകൻ ആയിത്തീർന്നു. ഈ അനുസരണക്കേട് ആദിമനുഷ്യനായ ആദാമിനെയും സന്താന പരമ്പരകളെയും പിശാചിന്റെ മക്കൾ എന്ന കുപ്രസിദ്ധിയിലേക്ക് ആക്കിവെച്ചു. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 3:8 വായിക്കുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു എന്നാണ്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. ഈ ലോകത്തിന്റെ ദൈവമായ പിശാചിന്റെ സ്വന്തമാണ് പാപികൾ എല്ലാവരും. എങ്ങനെയാണ് ദൈവമക്കളായി തീരുന്നത്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഷയം ചിന്തിച്ചിട്ടുണ്ടോ? ദൈവമക്കളായി തീരുവാനുള്ള ഏക വ്യവസ്ഥ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവാത്മാവ് വിശദീകരിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതകൾ ഇങ്ങനെയാണ്. ഒന്നാമത്, ഒരു വ്യക്തി ദൈവമകനാകുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊള്ളുക എന്നാണ് അർത്ഥം. ദൈവമക്കളാകുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ദൈവം വച്ചിരിക്കുന്ന ഏക നാമമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഈ നാമം ദൈവം കാണിച്ചു തന്ന നാമമാണ്. രണ്ടാമത്, വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കൾ എന്ന പദവി ലഭിക്കുന്നത്. വിശ്വാസത്താൽ ദൈവമക്കളായി തീരാം. വിശ്വാസത്താൽ വീണ്ടും ജനിക്കാം. വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കാം. വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാം. ഇതാണ് ദൈവിക വ്യവസ്ഥ. 150-ലധികം വാക്യങ്ങളുടെ പിൻബലമാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ബൈബിളിൽ ഉള്ളത്. ദൈവമക്കളായി തീരുവാൻ ശാരീരിക ക്ലേശമോ ദാനധർമ്മങ്ങളോ പുണ്യപ്രവൃത്തികളോ ആവശ്യമായിരിക്കുന്നില്ല. വിശ്വാസമാണ് ആധാരമായിരിക്കുന്നത്. മൂന്നാമത്, ഏവർക്കും എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മതമോ ജാതിയോ പഠിപ്പോ പ്രൗഢിയോ ദൈവം നോക്കുന്നില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവമക്കളാകുവാനുള്ള ആഗ്രഹവും മാത്രം മതി. ദൈവത്തിന് അതിർവരമ്പുകളില്ല, ഉച്ചനീചത്വങ്ങളില്ല, ജാതിമത വ്യത്യാസങ്ങളില്ല. ഈ ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ എന്ന പദവിയിലെത്തിച്ചേരുവാൻ താങ്കൾക്കിടയായി തീരട്ടെ.
എന്നാൽ ദൈവമകൻ അഥവാ ദൈവമകൾ എന്ന പദവി തിരസ്കരിച്ച് പിശാചിന്റെ മക്കളായി പാരിലെ ജീവിതം തുടർന്നാൽ ഒരിക്കൽ മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. മരണശേഷം ദൈവമക്കളായി തീരുക അസാധ്യമാണ്. പിശാചിന്റെ മക്കൾ പോകുന്ന സ്ഥാനം നിത്യാഗ്നിയാണ്. മത്തായി സുവിശേഷം 25:41 നാം അത് വായിക്കുന്നു. നാലാമതായി, ദൈവ മക്കളായി തീരുവാൻ ക്രിസ്തുവിനെ കൈക്കൊള്ളേണ്ടത് താങ്കളുടെ ഹൃദയത്തിലേക്കാണ്. സദൃശ്യവാക്യങ്ങൾ 23-26 വാക്യത്തിൽ വായിക്കുന്നത്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക എന്നാണ്. പ്രിയ ശ്രോതാവേ, വിശ്വാസത്താൽ താങ്കളുടെ ഹൃദയം ഈ നല്ല കർത്താവിനായി തുറന്നുകൊടുത്താൽ അവൻ അതിൽ വന്ന് വാസം ചെയ്യുകയും നിങ്ങൾ ഒരു ദൈവമകൻ അല്ലെങ്കിൽ ഒരു ദൈവമകളായി തീരുകയും ചെയ്യും. അതിന് സർവേശ്വരൻ താങ്കളെ സഹായിക്കട്ടെ. നിന്റെ പേർക്കായി തൻ ജീവനെ വെടിഞ്ഞ യേശുവിങ്കൽ വന്നിടുക, പാപശാപം നീങ്ങുവാൻ. യേശുവിങ്കൽ വന്നിടുക, പാപശാപം നീങ്ങുവാൻ. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, നിനക്കായി ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും മാറാത്തവനവൻ നിനക്കായി ജീവിക്കുന്നു. ഇന്നലെയും ഇന്നും മാറാത്തവനവൻ നിനക്കായി